തനിക്കെന്താ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാനൊരു തോന്നൽ? പോകുന്നില്ല എന്ന് പറഞ്ഞതല്ലേ? അതെ, പക്ഷേ തിരിച്ചങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഇങ്ങോട്ടും കൂടി ഒന്ന് വരണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്നതറിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഓണർ എന്നെ വിളിച്ചിരുന്നു. വീട്ടിലെ പുതിയ താമസക്കാർ വന്ന സമയത്ത് അവിടെയൊക്കെ വൃത്തിയാക്കിയപ്പോ എന്റെ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടി. അതെല്ലാം കൂടി ലൈബ്രറിയിൽ വെച്ചിട്ടുണ്ടെന്ന്. സോ കീയും വാങ്ങി ഞാനിങ്ങി വന്നു. ആ ബെസ്റ്റ്. സാധനങ്ങൾ വെക്കാൻ പറ്റിയ സ്ഥലം. ആരെയും ലൈബ്രറിയിൽ ഇതൊക്കെ കൊണ്ട് വെക്കൂ? അല്ല, അത് പബ്ലിക് ലൈബ്രറി അല്ലേ? ആയിരുന്നു, പക്ഷേ ഇപ്പൊ ഇത് വർഷങ്ങളായിട്ട് അടച്ചിട്ടിരിക്ക. തന്റെ വീട്ടുകാരെന്തായാലും കൊള്ളാം. വീടിനോട് ചേർന്നല്ലേ ഒരു ലൈബ്രറി പണിത് വെച്ചിരിക്കുന്നത്. പിന്നെ എന്തായി? തന്റെ സാധനങ്ങളൊക്കെ കിട്ടിയോ? കോസ്റ്റ്ലി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് ബുക്സ് ഒക്കെ. ബുക്സോ? ഇതിനായിരുന്നു ഇത്ര ബിൽഡപ്പ്? വെറുതെ സമയം കളയാൻ. ഈ ബുക്സ് അല്ലാതെ വേറെ ഒന്നുമില്ലേ അപ്പോ? ആ, പിന്നൊരു ആൽബം ഉണ്ട്. ഇത് ഞാനങ്ങ് എടുക്ക. അപ്പൊ ബാക്കിയോ? ബാക്കിയൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ആ, ഓക്കെ ഓക്കെ. എന്താ അവിടെ? എന്ത് പറ്റി? ഒരു ടേബിൾ മറിഞ്ഞതാ. ഓ, ടേബിൾ മറിച്ചിട്ടോ? ആരെയും അറിയുന്നതിന് മുമ്പ് ഇറങ്ങാൻ നോക്ക്. ഇനിയിപ്പോ ഇറങ്ങൂ, അതോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഹലോ, പോയോ? ഹലോ. എടോ, ഞാൻ തന്നെ പിന്നെ വിളിക്കാം. അമ്മോ,
ഹലോ അമ്മു, ഈ ലെറ്റർ നീ വായിക്കുമ്പോ നിനക്ക് വയസ്സ് 30. 30 വയസ്സായ അമ്മുവിനെ ഓർത്ത് 18 വയസ്സായ അമ്മു ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്ന ജീവിതമാണ് നീ നേടിയെടുത്തതും ആ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും. നിന്റെ കരിയർ, സ്റ്റേജ് ടു സ്റ്റേജ് പ്രോഗ്രാംസ്, ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒപ്പമുള്ള നിന്റെ ജീവിതം, കാർ, ലക്ഷറീസ് ആൻഡ് ഫൈനലി നമ്മുടെ രാഹുലിന്റെ വൈഫായും. കുട്ടികൾ ആഫ്റ്റർ 30 എന്ന പ്ലാൻ ആയതുകൊണ്ട് ഇപ്പൊ ഒരു ഓൾ ദി ബെസ്റ്റ് മാത്രം പറയാം. ടൈം ആവുന്നല്ലേ ഉള്ളൂ. ഈ ലെറ്റർ എഴുതിയ സമയം നിനക്ക് ഓർമ്മയുണ്ടോ? സ്റ്റേറ്റില് നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന്റെ പിറ്റേ ദിവസം. ഇപ്പോഴത്തെ നിന്റെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ ലെറ്റർ എഴുതിയ സമയവും ഈ കാലവും നിന്റെ കോൺഫിഡൻസും സന്തോഷത്തോടെ ഓർക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവും ഈ ലെറ്റർ. ലെറ്ററിൽ ഞാൻ വരച്ച ചിത്രവുമായി നിന്റെ ഫോട്ടോ കമ്പയർ ചെയ്തില്ലേ? അത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അമ്മു, ഈ ലെറ്റർ നീ വായിക്കുമ്പോ നിനക്കുണ്ടാകുന്ന ഈ ചിരിയും സന്തോഷവും എന്നും നിന്റെ കൂടെ ഉണ്ടാവണം. വായിച്ചു കഴിഞ്ഞ് അടുത്തുള്ള കണ്ണാടിയിൽ കൂടി പോയി നോക്കണം. അപ്പം നിനക്ക് കാണാം നിന്റെ സക്സസ്. എന്ന് നിന്റെ മാത്രം ഞാൻ. ശരിയാണ്, ഈ കത്ത് ഒരോർമ്മപ്പെടുത്തലായിരുന്നു. ഞാൻ മറന്നുപോയ എൻ്റെ ജീവിതവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സന്തോഷത്തോടെയല്ല, നിരാശയോടെ ഓർക്കാനുള്ള ഒരോർമ്മപ്പെടുത്തൽ. ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് പഴയതെല്ലാം ഞാൻ മറന്നുപോയിരുന്നു.
ജീവിതം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല നമ്മൾ സഞ്ചരിക്കുന്നത്. യാത്രയിൽ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ വിട്ടുപോയേക്കാം. പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ വന്നു ചേർന്നേക്കാം. എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരാതെ ദിശ മാറിപ്പോയേക്കാം. ഒറ്റപ്പെടലിന്റെ വേദന ശീലമായി തുടങ്ങിയേക്കാം. നമ്മൾ സഞ്ചരിക്കേണ്ട വഴിയിലൂടെയല്ല നമ്മൾ സഞ്ചരിക്കുന്നതെന്നറിയിക്കുന്ന ചില സൂചനകൾ നമ്മുടെ മുന്നിൽ വരും. ചിലരത് ശ്രദ്ധിക്കില്ല, മറ്റു ചിലർ ശ്രദ്ധിച്ചാലും കാര്യമാക്കില്ല. അങ്ങനെയൊരു സൂചനയായിരുന്നു 1 വർഷം വൈകിയാണെങ്കിലും എനിക്ക് വന്ന എൻ്റെ ഈ കത്ത്. ഈ കത്ത് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ എന്നെ പിടിച്ചു നിർത്തുന്നു. മുന്നോട്ട് പോകാൻ ഇപ്പോൾ എൻ്റെ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ കത്തിൽ പറഞ്ഞിരിക്കുന്നതൊന്നും എൻ്റെ കുടുംബം, സ്നേഹിച്ചവർ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പണം ഒന്നും ഇപ്പം എൻ്റെ കൂടെയില്ല. ഒന്നൊഴിച്ച്. ഇന്ന് ഒരു കത്ത് കൂടി ഞാൻ എഴുതുകയാണ്. ഈ കത്ത് ഇനി നീ വായിക്കുമ്പോൾ അടുത്തുള്ള കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കണം. അപ്പോൾ നിനക്ക് കാണാം. മാം, the stage is yours.